എല്ലാവർക്കും സ്റ്റൊമക്ക് എക്സസൈസിൻ്റെ ഡേ 5ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കഴിച്ചത് ഗോതമ്പ് ദോശയാണ്. ഇപ്പോൾ എൻ്റെ വയറ് ഇത്ര ഉണ്ട് കേട്ടോ. കുറഞ്ഞോ ഇല്ലോ എന്നുള്ളതൊക്കെ നിങ്ങൾ പറയണം. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ആദ്യത്തെ എക്സസൈസ് തല ചെസ്റ്റിൻ്റെ അവിടെ ഉയർത്തിപ്പിടിക്കുന്ന എക്സസൈസാണ്. ഇതൊരു 20 സെക്കൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്നുള്ളത് പറയണം കേട്ടോ. സ്ഥിരം ഒരേ ഇതായതുകൊണ്ട് കണ്ടൻറ് ആയതുകൊണ്ട് ബോറടിക്കണമെന്ന് പറയണേ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വെറൈറ്റി കണ്ടൻറ്റൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാം കേട്ടോ. ഞാൻ അത് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും വോയിസ് ഓവർ കൊടുക്കുമ്പോഴൊക്കെ ഇവിടെ പിള്ളേർ കിടന്ന് പ്രകൃതിയായിട്ട് കരച്ചിലും ഒച്ചപ്പാടൊക്കെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ വോയിസ് ഇടയിൽ കേൾക്കാൻ പറ്റുന്നത്. ഞാൻ എക്സസൈസ് ചെയ്യണതിൻ്റെ ഇടയിൽ കൂടി പീരുമോൾ അവളുടെ കളി സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പറഞ്ഞു ഞാനത് എടുത്തിട്ട് പൊക്കോളാം, വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കയറി എടുത്തിട്ട് പോകണേ കേട്ടോ. എൻ്റെ ബോഡിയിൽ ഏറ്റവും കൂടുതലുള്ളത് വയറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ വയറുള്ളതുകൊണ്ട് ഭയങ്കര ഏജൊക്കെ തോന്നിക്കും. എനിക്കിപ്പോൾ 32 വയസ്സാണ്. അതിനേലും കൂടുതൽ ഏജ് തോന്നിക്കും. പണ്ടൊക്കെ സ്ലിമ്മായിരുന്ന സമയത്ത് ഏജ് കൂടുതലാണെങ്കിൽ അതിന് കുറവേ തോന്നിക്കുള്ളായിരുന്നു. ആൾക്കാർ എത്രയല്ല പഠിക്കണേ അങ്ങനത്തെയൊക്കെ ചോദ്യമായിരുന്നു. ഇപ്പോൾ എന്നെ കണ്ടാൽ ഏജ് തോന്നിക്കുന്നു എന്ന് പലരും പറയാറുണ്ട്. എന്ത് ചെയ്യാനാണ്, വണ്ണം കുറയുന്നില്ല. നമ്മുടെ അടുത്ത എക്സസൈസ് കൈമുട്ട് കുത്തി മേലെ പൊങ്ങി വരെ തല ചെസ്റ്റിൻ്റെ കൂടെ ഉയർത്തിപ്പിടിക്കാൻ വേണം. ഇതൊരു 20 സെക്കൻഡ് ചെയ്യുന്നുണ്ട്. ഇത് പ്രസവശേഷം ഉണ്ടായ വയറാട്ടോ. ഇത് എക്സസൈസ് ചെയ്താൽ മാറുമോയെന്ന് എനിക്കറിയാൻ പാടില്ല. എന്നാലും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നതാണ്. മാറിയാൽ മതിയായിരുന്നു. അടുത്ത എക്സസൈസ് കൈ കുത്തി പൊങ്ങി വരിക എന്നുള്ളതാണ്. തല ചെസ്റ്റിൻ്റെ അവിടെ ഉയർത്തിപ്പിടിക്കുകയും വേണം. ഇതൊരു 20 സെക്കൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ സ്റ്റൊമക്ക് എക്സസൈസ് കഴിഞ്ഞിട്ട് അപ്പർ ബാക്ക് ബോഡിയുടെ എക്സസൈസും സൈഡ് ബെല്ലിയുടെ എക്സസൈസും ചെയ്യാറുണ്ട്. പക്ഷെ അതിൽ ഉൾപ്പെടുത്താമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ ഇതിൽ ഉൾപ്പെടുത്താൻ നിന്നിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടും. അതുകൊണ്ടാണ് ഉൾപ്പെടുത്താത്തത് കേട്ടോ. നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേറൊരു ഇതായിട്ട് തുടങ്ങാം കേട്ടോ. വേറൊരു സീരീസായിട്ട് തുടങ്ങാം. ഇപ്പോൾ സ്റ്റൊമക്ക് എക്സസൈസായിട്ട് പോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഈ ഒരു എക്സസൈസ് ചെയ്യാൻ നേരം ഞാൻ നന്നായിട്ട് 5-6 എണ്ണമൊക്കെ ആകുമ്പോഴേക്കും ആകെ ക്ഷീണിച്ചു പോകും. പിന്നെ പതിയെ ചെയ്യുള്ളൂ കേട്ടോ. ഇതടുത്ത എക്സസൈസാണ്. 10 ഡിഗ്രി കാൽ പുറത്തേക്ക് ഉയർത്തിപ്പിടിച്ച് തല ചെസ്റ്റിൻ്റെ അവിടെ ഉയർത്തിപ്പിടിക്കുക. ഇതൊരു 20 സെക്കൻഡ് ചെയ്യാം. 10 ഡിഗ്രിക്ക് പകരം 40 ഡിഗ്രി ഉയർത്തിപ്പിടിക്കുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ എക്സസൈസിൻ്റെയൊക്കെ വീഡിയോ ഇഷ്ടമാണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇന്നത്തെ എക്സസൈസ് ഇട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ വയറ് കാണിച്ചു തരാം. അതില്ലേ വൈറ്റ് ഉണ്ട് വയറ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ